കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്നതിന്റെ തിരക്കിലാണ്. ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിനിടയിൽ തിരുവനന്തപുരം സെൻട്രലിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീ സുധീർ കരമന നമ്മോടൊപ്പം ചേരുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? വളരെ നല്ല പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൗമുദിയിൽ വന്നു, കൗമുദിയിൽ എല്ലാവരെയും കണ്ടു. 100% ഇനി അടുത്തത് ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളൊരു രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20-ാം തീയതിയാണ് ഇതിനെക്കുറിച്ചുള്ള ആദ്യ സംസാരവും സ്ഥാനാർത്ഥിത്വമൊക്കെ വരുന്നത്. അതിനുശേഷമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അത്രത്തോളം ഈ കഴിഞ്ഞൊരു 4 ദിവസം കൊണ്ട് തന്നെ എല്ലാ വോട്ടേഴ്സിൻ്റെ ഇടയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു റൗണ്ട് നാളെ കൊണ്ട് പൂർത്തിയാകണം, മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. ഇതിപ്പോൾ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായ ഒരു ഗിഫ്റ്റാണോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഗിഫ്റ്റാണ് അപ്രതീക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്തല്ല വന്നത്. വളരെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെയേറെ മാറിയിട്ടുണ്ട്. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലുമൊക്കെ ഒരു ത്രികോണ പോരിൻ്റെ പ്രതീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് രീതിയിലാണ് ജനങ്ങളെ സമീപിക്കുന്നത്? ഇത് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാറ്റം വന്നു എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗവും രണ്ടാമത് ഈ ത്രികോണം എന്ന് പറയുന്നതും ഒരിക്കലും മാച്ചാവാത്ത 2 ഭാഗങ്ങളാണ്. ആ 10 വർഷം കൊണ്ടുള്ള മാറ്റം കാരണമാണ് ഇതൊരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് മറ്റ് പാർട്ടികൾ പറഞ്ഞു പരത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. പലരും പറയുന്നു, ഇപ്പോൾ ഇതര പാർട്ടികൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ ഉള്ള പലവരും പറയുന്നത് 100 സീറ്റ് കിട്ടും, ഈ 150 പറഞ്ഞല്ലോ എന്നുള്ള പേടിയേ എനിക്കുള്ളൂ. കാരണം അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് 100% ഉറപ്പാണ്. ഈ 10 വർഷം കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വസ്ഥമായി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷമാണ്. ഒരു കമ്മ്യൂണൽ വയലൻസോ അല്ലെങ്കിൽ ഒരു വർഗീയ ലഹളയോ ഒന്നും നടക്കാത്ത 10 വർഷമാണ്. അതൊരു കണക്കാണതൊരു. അത് നമ്മളൊരു സ്ട്രാറ്റജി ഇതെടുത്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു 10 വർഷം സ്വസ്ഥമായി ജനങ്ങൾ ജീവിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി എന്ന് പറയുന്നത് തന്നെ കോവിഡാണ്. അത് ലോകം മുഴുവൻ ഉണ്ടായ ഒരു മഹാമാരിയാണ്, അല്ലാതെ നമ്മുടെ നാട്ടിൽ മാത്രം ഉണ്ടായതല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ ഉണ്ടായത് ഒരു പ്രകൃതി ദുരന്തമാണ്. അത് മനുഷ്യൻ വിചാരിച്ചാൽ തടയാൻ കഴിയുന്നതൊന്നല്ല. എങ്കിൽ പിന്നെ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്, ജപ്പാനിലെല്ലാം ഉണ്ടാകുന്നില്ലേ. അപ്പോൾ ഇത് പറയുന്നത് നമ്മൾ ആ സമയത്തെല്ലാം ഒരു കരുതൽ നൽകാൻ കഴിഞ്ഞ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, പിണറായി സർക്കാരിന് അതൊരു വലിയ നേട്ടമായി തന്നെയല്ലേ. പിന്നെ ഏതാണ്ട് ഇപ്പോൾ പറയുന്നത് തന്നെ 63 ലക്ഷത്തോളം ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന പെൻഷൻ, ഈ പറഞ്ഞ ആവിധ കാര്യങ്ങൾ ആര് ചെയ്യുന്നു? വേറെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചെയ്യുന്നത്? ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ത്രികോണ മത്സരം ഒരിക്കലും എങ്ങനെയാകുന്നത്? അല്ലെങ്കിൽ 2 പാർട്ടികൾ തമ്മിൽ എങ്ങനെയാകുന്നത്? ഇത് ചെയ്തത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം സാക്ഷരതയുള്ള ജനങ്ങളാണ്. ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ളത്. അവിടെ നിൽക്കത്തുള്ളൂ. അതിനു മുമ്പിൽ ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടാകട്ടെ. അല്ല, വേറൊരു കാര്യം, ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ വരുന്നുണ്ട്. CPM ഉം BJP തമ്മിൽ അന്തർധാരയുണ്ട് എന്നാണ് UDFന്റെ ഒട്ടുമിക്ക നേതാക്കളും പറയുന്നത്. കോൺഗ്രസ് വളരെ ശക്തമായി ഇത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കുറച്ചുകാലം വികസനം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് വേറെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റാതെ വന്നപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഡീൽ. ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം ഇനി വേറെ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം അതൊക്കെ പോയി, അതൊക്കെ എല്ലാം സത്യം പുറത്തു വന്നു. വികസനം എന്താണെന്നും നാട്ടുകാർക്ക് കൊടുക്കുന്ന പ്രയോജനം എന്താണെന്നും ജീവനക്കാർക്ക് കൊടുക്കുന്നത് എന്താണെന്നും എല്ലാം വികസിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ ഇപ്പം അതൊന്നും പറയാനില്ല. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ പറയാനുള്ളത് ആകെ ഡീല് മാത്രമേ ഉള്ളൂ. പറഞ്ഞോട്ടെ, ജനങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ്. കേരളത്തിലില്ലേ, പറഞ്ഞോട്ടെ. അല്ലേ, ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. BJP ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ആ ഒരു എഡ്ജ് അവർക്കുണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത്, അതായത് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കരുത്തുറ്റ നേതൃത്വത്തെക്കുറിച്ച് പറയുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങയുടേത്. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാമോ? അല്ല, ഇതിൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ BJP എന്ന് പറയുന്നതോ ഇപ്പോൾ ഈ പറഞ്ഞത് ഈ കോർപ്പറേഷൻ ഇലക്ഷനെ കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ എപ്പോഴും കേരളത്തിൽ കാണാൻ കഴിയുന്നൊരു പ്രത്യേകതയുണ്ട്. ലോക്സഭ ഇലക്ഷൻ അല്ല അസംബ്ലി ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ.
ഒരേ ആൾ തന്നെ ഒരേ ആളിനല്ല ഈ പറഞ്ഞ 3 വോട്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി നമുക്കൊക്കെ അറിയാനും പറ്റുന്നതല്ലേ. അല്ലെങ്കിൽ നമ്മൾ ലോക്സഭയുടെ ഇലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ CPM ഭരിക്കുന്നത്? അപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ തിരഞ്ഞെടുപ്പിനെ നമ്മൾ സമീപിക്കേണ്ടത്. തിരഞ്ഞെടുപ്പിന് നമ്മൾ കാണുന്നത് ഏത് ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ആ ഇലക്ഷൻ അനുസരിച്ചായിരിക്കും ഇവിടെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുക. തീർച്ചയായും വളരെ നല്ല ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു ഭരണ തുടർച്ച യാതൊരു സംശയവും. ഞാൻ ഉദ്ദേശിച്ചത് തിരുവനന്തപുരം സെൻട്രൽ ഇത് വളരെ ഒരു എന്താണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പല ഇടങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. തീരദേശത്തേക്കൊക്കെ പോകുമ്പോൾ ജനങ്ങളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ മുന്നിലേക്ക് വയ്ക്കാറുണ്ട്. അവർക്ക് മുന്നിലേക്ക് ഇതാണ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം, അത് ഞങ്ങളിലൂടെ തീർച്ചയായും ഉണ്ടായിരിക്കും എന്ന് പറയാൻ സാധിക്കും. എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ, ഭീമാപ്പള്ളി ഉൾപ്പെടെ, വെട്ടുകാട് പള്ളി ഉൾപ്പെടെ, അതായത് പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന പ്രദേശങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും ഇതൊന്നും കൂടാതെ തീരദേശ പ്രദേശമായ ദ ലോങ് കോസ്റ്റൽ റീജിയൻ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഓരോ ഇടത്തേക്കും ഓരോരോ രീതിയിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സാണ് വരേണ്ടത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ പൂന്തുറയിൽ തന്നെ ഇപ്പോൾ ആലോചിച്ച് നോക്കിക്കോളണം. അവിടെ കാണാൻ കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുന്നേ ഇരുന്ന MLA ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫയൽ പൂർത്തിയായി നിൽക്കുകയാണ്. അത് പൂന്തുറയിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാൻ പൂന്തുറയിൽ പോയ ആളാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വള്ളം കരയ്ക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ച് അത് നടന്നിരിക്കുന്നു. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് എത്തുന്നു. അത് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു നോക്കാം. അവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൗണ്ട്, വലിയ 4000-ഓളം കുട്ടികൾ, ഇതെല്ലാം കണക്കുകളുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ ഫയലുകളും അത് അന്വേഷിച്ച് നോക്കൂ. വിവരാവകാശ കമ്മീഷൻ വഴി അന്വേഷിക്കാവുന്ന കാര്യങ്ങളാണ്. അതും അവസാന സ്റ്റേജിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു വികസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, പുലിമുട്ടിൻ്റെ കാര്യത്തിലായാലും, അപ്പോൾ ഈ വിധത്തിൽ ഒരു തീരദേശ പ്രദേശത്ത് ആവശ്യമായ പാർപ്പിടത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, നമ്മളിവിടെ നടത്തിയിട്ടുള്ള പാർപ്പിട സൗകര്യങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ കൊടുത്തിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് അറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു. നടത്താനുള്ള പ്രോജക്ട്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഞാൻ മനസ്സിലാക്കുന്ന അധ്യാപകൻ എന്നുള്ളൊരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ സിനിമാ മേഖലയുമായി അടുപ്പമുണ്ട്. അതിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് വരികയാണ്. ഇത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സിലുള്ളവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ശേഷി കൂടിയുണ്ട്. അധ്യാപകൻ എന്നുള്ള നിലയിൽ കുട്ടികളെ അടുത്തറിയാം, നാട്ടിലെ പ്രശ്നങ്ങളും അറിയാൻ സാധിക്കും. ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്കൊരു അന്യമായ ഒരു കാര്യമല്ല. 1987 ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഉള്ള ബന്ധത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ഞാൻ പഠിച്ചിരുന്ന കലാലയം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ആരംഭിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇന്ത്യക്ക് പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് കലാലയ ജീവിതം കഴിഞ്ഞ് ഇന്ത്യക്ക് പുറത്ത്, അത് കഴിഞ്ഞ് മറ്റു സ്കൂളിൽ അധ്യാപക ജീവിതം, ഇപ്പോൾ VRS എടുത്തു. അതിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, എനിക്ക് ചിലവർ പറയുന്നത് കേട്ടു, രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്തവരെ, സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ചിലവർ അങ്ങനെ അതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പ്രവർത്തിക്കുക, പറയുകയല്ല വേണ്ടത്, പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. എന്തായാലും വളരെയധികം നന്ദി. ഇത്രയും ഞങ്ങളോട് സംസാരിച്ചു. ഒപ്പം തന്നെ എല്ലാ ആശംസകളും നേരുകയാണ്. സുധീർ കരമന വളരെ ആത്മവിശ്വാസത്തിലാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാരിൻ്റെ ഭാഗമായി നടന്നു. അതൊക്കെ തന്നെ അദ്ദേഹത്തിന് അനുഗുണമായി സംഭവിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്.